ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരിനും മനസ്സിനും ശരീരത്തിനും വളരെ കൂളിംഗ് ആയ ഒരു വയറിന് വളരെ ഫ്രണ്ട്ലി ആയ ഒരു റൈസാണ് കേർഡ് റൈസ്. കൂടുതലും മസാലയോ എരിവോ പുളിയോ ഒന്നുമില്ലാത്തൊരു റൈസ്. വെൽക്കം ടു ഡെയിലി ഫുഡ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് കാണാം. അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് നന്നായി ഉടച്ചെടുക്കാം. പിന്നെ വേവിച്ച ചോറാണ്. ഒരുവിധം നന്നായി വേവിച്ച ചോറ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി റൈസാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. ഒരു ബൗളിൽ ഉപ്പ് കുറച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, റൈസിനും എല്ലാത്തിനും കൂടി അത്ര ഉള്ള ആവശ്യത്തിനുള്ള ഉപ്പെടുത്ത് നന്നായി ഈ തൈര് നന്നായി ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് വെച്ച് നന്നായി നമുക്ക് ഉടച്ചെടുക്കാം. ഇനി ഈ റൈസ് കുറച്ച് അതിലിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തൈര് നന്നായി മുങ്ങി കിടക്കണ വിധം വേണം തൈര് എടുക്കാനായിട്ട്. അതിനുള്ള റൈസ് ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇത് അത്യാവശ്യം നന്നായി ഉടച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാതും ശരിക്കും മിക്സാക്കി ഉടച്ചും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം. ഈ റൈസിൻ്റെ ഹൈലൈറ്റ് ഈ താളിപ്പിലാണുള്ളത്. നമ്മളൊരു കടായി വെച്ചിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണ, 1/2 സ്പൂണ് കടുക് ഇട്ടുണ്ട്. കടുകൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് 1/2 സ്പൂണ് ചന്നാദാൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 സ്പൂണ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കി ഇനി കുറച്ച് കറിവേപ്പില. ഇത് നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വേണം കറിവേപ്പില ചേർക്കാനായിട്ട്. കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 നുള്ള് കായം പൊടിയാണ് ഇനി വേണ്ടത്. അതും കൂടി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി 1/2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഒന്ന് വാടി കിട്ടിയാൽ മതി ക്യാരറ്റ്, അധികം വേവൊന്നും വേണ്ട. ഇനി നമുക്ക് ഈ മിക്സ് നമുക്ക് റൈസിലോട്ട് ചേർത്ത് കൊടുക്കാം. റൈസിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി മിക്സാക്കി കൊടുക്കാം. ഒരേപോലെ എല്ലാ ഭാഗത്തേക്കാക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേർഡ് റൈസ് റെഡിയായി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് നമ്മുടെ ഇപ്പോൾ റൈസ് റെഡിയായി കഴിഞ്ഞു. കേർഡ് റൈസ് റെഡിയായി. ഇത് നമുക്ക് ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിൽ, പക്ഷേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടി ആയത് കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയത്. നമുക്ക് ഇതിൻ്റെ കൂടെ സിമ്പിളായ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ കാര്യം റെഡിയായി, അടിപൊളിയായി കിട്ടാം. മക്കൾക്ക് ലഞ്ച് ബോക്സിലും നമ്മൾ ദൂരെ യാത്ര ചെയ്യുമ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനും വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ റൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചാനൽ തീർച്ചയായിട്ടും മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വീണ്ടും.